പരുന്ത് കോഴിയായി മാറിയ കഥയോർക്കുന്നുണ്ടോ? ഒരു കർഷകൻ ഒരിക്കൽ കാട്ടിൽ നിന്നൊരു പരുന്തും കുഞ്ഞിനെ കിട്ടുകയാണ്. ആ കാട്ടിൽ അതിങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുകയാണ് ഒരു പരുന്തും കുഞ്ഞ്. ഇയാൾ ആ പരുന്തും കുഞ്ഞുമായി വീട്ടിലേക്ക് വരുന്നു. തൻ്റെ കോഴിക്കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് ഇതിനെ വിടുന്നു. അതിൻ്റെ ഒപ്പം ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ ഒപ്പം പരുന്തിനെയും വളർത്തുകയാണ്. കാലം കടന്നുപോയി. ഈ പരുന്തും കുഞ്ഞ് കോഴിക്കുഞ്ഞുങ്ങളെപ്പോലെ തന്നെ വളർന്നു, ഭക്ഷണം തേടി നടന്നു. താനൊരു കോഴിയാണെന്ന് ഈ പരുന്ത് സ്വയം തന്നെ വിശ്വസിച്ചു. ഒരു ദിവസം കോഴിക്കുഞ്ഞുങ്ങളോടൊപ്പം ഇങ്ങനെ നടക്കുമ്പോൾ ഉയരത്തിൽ പറക്കുന്ന മറ്റൊരു പരുന്തിനെ കണ്ട് ഈ പരുന്തും കുഞ്ഞ് മറ്റു കോഴിക്കുഞ്ഞുങ്ങളോട് ചോദിക്കുകയാണ്, ഇതെങ്ങനെയാണ് ഇത്ര ഉയരത്തിൽ പറക്കാൻ സാധിക്കുന്നത്? അപ്പോൾ അടുത്തുണ്ടായിരുന്ന മറ്റു കോഴിക്കുഞ്ഞുങ്ങൾ ഈ കുഞ്ഞു പരുന്തിനോട് പറയുകയാണ്, അത് പരുന്താണ്, നമ്മളെപ്പോലെയല്ല. അതിന് വളരെ ഉയരത്തിൽ പറക്കാൻ സാധിക്കും. നിനക്കങ്ങനെയൊന്നും പറക്കാൻ സാധിക്കില്ല, നമുക്ക് ആർക്കും പറ്റില്ല. ഈ പരുന്തും കുഞ്ഞ് അത് വിശ്വസിക്കുകയാണ്. അങ്ങനെ ഒരിക്കൽ പോലും പറക്കാനോ അങ്ങനെ ഒരു ആഗ്രഹം പോലും ഈ പരുന്തും കുഞ്ഞ് പ്രകടിപ്പിച്ചിട്ടില്ല. ആകാശം കീഴടക്കാൻ ജനിച്ച ഒരു പരുന്ത് ഒരു കോഴിയായി, അല്ലെങ്കിൽ ഒരു കോഴിയെപ്പോലെ ജീവിതം ജീവിച്ചു തീർക്കുകയാണ്. നമ്മുടെ ജീവിതവും പലപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ്. മറ്റുള്ളവരുടെ വാക്കാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. നമ്മൾ ആരാണെന്ന് തീരുമാനിക്കേണ്ടത് മറ്റുള്ളവരല്ല, നമ്മളാണ്. ഒരാകാശം പുറത്ത് വിശാലമായി കിടന്നിട്ടും ചിറകുകൾ ഉണ്ടായിട്ടും സ്വന്തം ശക്തി മനസ്സിലാക്കാതെ നമ്മളിൽ പലരും ഒരു പരുന്തിനെ പോലെ പക്ഷേ കോഴിയായി ജീവിക്കുകയാണ്.